Hi guys, welcome back to our family. അപ്പം ഇന്ന് ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 50K കൂടുതലായിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വീട്ടിലെ വൈഫൈ കട്ടായി. സോ എൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പാടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇന്നലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് ബേബി എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങളോട്. ടാറ്റ പോവാണോ? ആ, ദേവുൻ്റെ കൂടെ പോവാണോ ബേബി? ആശാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് അവനറിയാം. അപ്പം പപ്പ എന്തി കാശി ദാരുമ്മ ദാരുമ്മ ഡാനി ബേബി. അപ്പം ഇന്ന് ഞാനും കാശിക്കുണ്ടും കൂടിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. 50K ആയതുകൊണ്ടിട്ടല്ല കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പേ വിചാരിച്ചായിരുന്നു പോകണമെന്ന്. പക്ഷേ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കൊല്ലത്ത് കല്ലുംതാഴം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്യാഴാഴ്ച ഇവിടുത്തെ വിശേഷ ദിവസമാണ്, അപ്പോൾ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. ചേട്ടനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ള സന്തോഷ വാർത്ത അതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ 50K ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും. അതേ കണക്ക് ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാശിക്കുട്ട താഴെ ഇറങ്ങാനുള്ള വെപ്രോളം. ജാനി വന്നുകൊണ്ടിട്ടേ ജാനിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ജാനി? ഞാൻ സാരിയൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാശിനെ എടുത്തേക്കൊണ്ട് അറിയാൻ പറ്റാത്തതാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. പിന്നെന്താ അപ്പം നമുക്ക് കുട്ടി വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ പോയിട്ട് വരാം. പിന്നെ എല്ലാവരോടും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. കാര്യം നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുക. 50K എന്ന് പറയുമ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയാണ്. 50,000 പേര് എൻ്റെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിൽ അതെൻ്റെ വല്യച്ഛനാണ് കേട്ടോ. ഞങ്ങളാരും കണ്ടിട്ടില്ലായിരിക്കും. അയ്യോ, അപ്പം ഞാൻ പോയിട്ട് വരാം. ആദ്യമേ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്ന ATMിലേക്കാണ്. നമ്മുടെ താന്നിക്കുമുക്കിലെ SBIയുടെ ATM ആണ് കേട്ടോ. പക്ഷേ പാട്ട ATM, അതിൻ്റെ അകത്ത് എപ്പോൾ ചെന്നാലും ക്യാഷ് കാണൂല. ഇതേണ്ട കണ്ടോ, ക്യാഷ് വിഡ്രോളിൻ്റെ ആ ഒരു സെക്ഷൻ, ആ ഒരു ഇതുപോലും ഇല്ലാത്ത ഒരു ATM ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചേട്ടൻ്റെ ഓട്ടോ ആണ് കേട്ടോ. എൻ്റെ ബ്രദർ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് പോയത്. കാശി ബേബി ഉണ്ടല്ലോ, നല്ല ഉറക്കക്ഷീണം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ ഫുള്ള് ശോകമാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല ഉറക്കക്ഷീണമായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ വണ്ടിക്കകത്തിരുന്നപ്പോൾ തന്നെ കാശി ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തിനടുത്തായിട്ട് വേറൊരു ATM ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് കയറിയത്. കാര്യം ചേട്ടൻ ഫസ്റ്റ് ടൈമാണ്, അതായത് ചേട്ടൻ്റെ കന്നി ഓട്ടോ ആണ്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ കയ്യിൽ ക്യാഷ് എടുത്ത് വെക്കില്ല. സോ ഭയങ്കര മെനക്കെയറാണ്. അങ്ങനെ പിന്നെ എന്തായാലും ദൈവം സഹായിച്ചിട്ട് ആ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ATM വർക്കായിട്ടുണ്ടായിരുന്നു. കല്ലുംതാഴത്ത് തന്നെയുള്ളൊരു ATMിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞാൻ മാത്രമേ കയറിയുള്ളൂ. കാശിനെ ഞാനങ്ങ് ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അമ്പലം. ഭയങ്കര വലിയ അമ്പലമൊന്നുമല്ല, ചെറിയൊരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, നാഗരാജാക്കന്മാരുണ്ട്, പിന്നെ ഗണപതി ഉണ്ട്, വേറെ ഏതോ ഒരു ദൈവം കൂടി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തായാലും ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വലിയ അമ്പലമൊന്നുമില്ല, ചെറിയൊരു അമ്പലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്, ഓട്ടോയിൽ 10 മിനിറ്റ് പോകുന്ന ദൂരമേ ഉള്ളൂ. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വഴിയിലൊക്കെ നിൽക്കുമ്പോൾ ഈ അമ്പലം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കയറിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും പോകും.
അല്ലാണ്ടിട്ട് ചെറിയ ചെറിയ അമ്പലമൊന്നും നമ്മൾ പോകാറില്ല. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണ് നടക്കുന്നത്. വീട്ടിൽ നിന്നായാലും നമ്മളെങ്ങനെ ചെറുതിൽ തൊട്ടിട്ട് വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണെങ്കിൽ പോലും ആരും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഒന്നും. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് മാത്രമാണ് ഈ പോവാറുള്ളത്. എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ഇതിൻ്റെ ഞാൻ എന്താ പറയുക, സാരി ഇടയ്ക്കൂടെ മറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലറായി ഇരിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണ് അവിടുത്തെ വിശേഷ ദിവസം വരുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ തൃക്കൈവെണ്ണയും അതുപോലെ തന്നെ പാൽപ്പായസത്തിനും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് അമ്പലം. നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ അമ്പലം കാണാൻ പറ്റും കേട്ടോ. അമ്പലത്തിൻ്റെ ആ ഗോപുരവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ചേട്ടൻ്റെ ഏൽപ്പിച്ചിട്ട് പോയാൽ ആശൻ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നേ. എന്നെ കാണാത്തോണ്ടിട്ടാണ്. അതിന് ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ ഭയങ്കര നിർബന്ധമാണ്, വേറെ ആരുടെയും കയ്യിൽ പോവില്ല, എൻ്റെ കയ്യിൽ നിൽക്കുള്ളൂ. ഇതിന് നിങ്ങൾ ഓഡിയോ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. കാര്യം എൻ്റെ ഓഡിയോ ഫുള്ള് കട്ടായിപ്പോയി. ഞാനത് എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് കാണുന്നത്. എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. ഉള്ളത് പറഞ്ഞാൽ ഈ ഐഫോണിൻ്റെ കുഴപ്പമാണ്. ഞാൻ ഈ ജുവൽസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എനിക്കിത് ഇൻസ്റ്റഗ്രാം പേജായ കെനിസ പെരിഡോട്ട് എന്ന് പറയുന്ന പേജിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേജാണ്. ഞാൻ ആ പേജിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കിത് സത്യത്തിൽ കൊളാബിന് വന്നതാണ്. പക്ഷേ എനിക്ക് അവരുടെ പേജിൽ നിന്നുള്ള എല്ലാ ജുവൽസും ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3 വർഷം കൊണ്ടിട്ട് ഞാൻ അവരുടെ ജുവൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിൻ്റെയും കളർ ഇതുവരെ ഫെയ്ഡായിട്ടില്ല. ഞാൻ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം ഞാൻ ആദ്യമേ ചേച്ചീനെ കോൺടാക്ട് ചെയ്യും. ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. ചേച്ചി ഭയങ്കര പാവമാണ് കേട്ടോ. ഞാൻ അവരുടെ പേജ് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. കണ്ടോ, അതൊരു കൃഷ്ണൻ്റെ, ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. കൃഷ്ണൻ്റെ ആ ഒരു രൂപം വന്നിട്ട് താഴത്തേക്ക് ചെറിയ ബീഡ്സ് വർക്ക്, നമ്മുടെ ഈ പേൾ ഉണ്ടല്ലോ, പേളിൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. ഇതിനിടയ്ക്ക് കാശിക്കുട്ടിനെ എടുത്തുകൊണ്ടിട്ട് എനിക്ക് നിൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കാശിക്കുട്ടിനെ താഴെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ പോണില്ല. ഇത് വേറൊരെണ്ണം, അങ്ങനെ 2 എണ്ണമാണ് എനിക്ക് അയച്ചത്. ഇതൊരു ചോക്കർ ടൈപ്പാണ്. ഇത് നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇവരുടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയാണ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇരിക്കും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതവർ നമ്മൾക്ക് തരുന്ന ആ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്തൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിൾ റേറ്റാണ്. ഒരുപാട് ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവരുടെ അടുത്ത്. ഞാൻ പേജ് ടാഗ് ചെയ്തേക്കാം. അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. പേജ് ഞാൻ മെൻഷൻ ചെയ്യാം, നോക്കട്ടെ. യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യും. ഇൻസ്റ്റ ഉള്ളവരാണെങ്കിൽ പേജ് ചെക്ക് ചെയ്യാൻ അങ്ങനെ കാശിക്കൊണ്ട് ഞാനങ്ങ് താഴെ ഭയങ്കര ഉള്ളത് വൃത്തിക്കേടല്ല. ആളിങ്ങനെ ഞൊളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ താഴത്തോട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ എനിക്ക് പിന്നെ മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ 50K സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. 50K അല്ല, 50K എബോ ആയിട്ടുണ്ട്. നമുക്ക് എത്രയായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല. 50.1K ആയിട്ടുണ്ട്. അതായത് 50,100 സംതിങ്, 110 സംതിങ് ആയിട്ടുണ്ട്. എൻ്റെ ലൈഫിലൊരു വലിയ കാര്യം തന്നെയാണ്. ഞാനൊരു 2 വർഷം മുമ്പിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കൂടിയിട്ട് ഈ കഴിഞ്ഞ 1 ഇയർ കൊണ്ടിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നേയൊക്കെ വീഡിയോ ഇടുമായിരുന്നെങ്കിലും ഇപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. എനിക്ക് 50K ആയെന്നും പറഞ്ഞുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര പൈസയാണ്, എനിക്കിതിന് ഒത്തിരി വരുമാനം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും നിൽക്കേണ്ട. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ സാരിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞങ്ങളുടെ ഹണിമൂൺ ദുബായിലായിരുന്നു. അവിടെ വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓഡിയോ എവിടെ പോയി നിൽക്കുക. ഐഫോണിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് കേട്ടോ, നമ്മളെടുക്കുന്നതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഓഡിയോ ഇങ്ങനെ കട്ടായി പോകും. ഇതണക്ക് ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ നമ്മൾ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാൻ നിൽക്കണം. ഭയങ്കര മെനക്കേടാണ് കേട്ടോ ആ കാര്യമൊക്കെ. എനിക്കതാണ് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് അല്ല, മൊത്തത്തിൽ നെഗറ്റീവാണ്. ഫോൺ നമുക്ക് പിക്ചർ ക്ലാരിറ്റി നല്ല കൂടുതലാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് എല്ലാവരും ചോദിക്കാറുണ്ട് ക്യാമറയിൽ എടുക്കുന്നതാണോ എന്ന്. നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതാണ് മെയിൻ വിഷയം. ഇതാണ് ഓഡിയോ പോകും. പിന്നെ ഫുള്ളായിട്ട് ഇതെനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി ഫുള്ളായി. മെമ്മറി മീൻസ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ പിന്നെ എടുക്കുന്ന വീഡിയോയ്ക്ക് ഓഡിയോ കട്ടായി പോകുന്നു. അതുകൊണ്ടിട്ടാണ് കേട്ടോ അത് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് സങ്കടമായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. ഇനിയിപ്പം തിരിച്ചെടുക്കാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല.
അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ 50K സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ 2 വർഷം കൊണ്ടിട്ട് ഗോഗു അങ്ങനെ ഹാൻഡിൽ ചെയ്യാറില്ല, ഞാൻ തന്നെയാണ് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് അങ്ങനെ വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുള്ളത് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല, എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. പിന്നെന്താ പറയുക, വേറെ എന്താ, ഞാൻ ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മറന്നു പോയിട്ടേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. വെറുതെ നിങ്ങൾ പൊട്ടനാട്ടം കാണുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാന്നുള്ളൂ. ഞാൻ പറയുന്ന ഓഡിയോ വേറൊന്നും വീഡിയോ വേറൊന്നും ആയിപ്പോവും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.